അന്തർദേശീയ പുരസ്കാരം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരം നമ്പർ 35 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. എന്തായാലും ഇതൊന്നും അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി വില കൊടുത്ത് വാങ്ങുന്നതാണ് എന്ന് പറയില്ല. കാരണം ഒരു രാജ്യം ഒരു പരമോന്നത പുരസ്കാരം ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു അന്യരാജ്യക്കാരന് കൊടുക്കുകയാണെങ്കിൽ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കൂ എന്നുള്ള കാര്യം അതൊരു സത്യമായ കാര്യമാണ്. ഇന്തോനേഷ്യയുടെ പരമോന്നത പുരസ്കാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കിയത്. ജക്കാർത്തയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. നമ്മൾ വാർത്തകളൊക്കെ കണ്ടു. ഈ പുരസ്കാരത്തിൻ്റെ പേര് ബിന്താങ് ആദിപൂർണ, ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. 35ാമത് പുരസ്കാരമാണ് അദ്ദേഹം നേടിയത്. ഇതിനു മുൻപ് സീഷെൽസ് ഒക്കെ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പരമോന്നത പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയിരുന്നു. പറഞ്ഞു വരുന്നത് അതല്ല, ഇദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ ഉള്ള യാത്രയയപ്പ് സമയത്ത്, ജക്കാർത്തയിലുള്ള യാത്രയയപ്പ് സമയത്ത് ഇന്തോനേഷ്യൻ എയർവേസ് അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ എയർവേസും അതുപോലെ ഇന്തോനേഷ്യൻ മിലിറ്ററിയും ഒക്കെ ചേർന്ന് ഒരു ഗംഭീര എയർ സല്യൂട്ട് നൽകി. അതിൻ്റെ ചില ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ നരേന്ദ്രമോദിയുടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ കണ്ടു കാണും. എന്നാൽ പോലും ആ ഒരു സല്യൂട്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു കുറിപ്പും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ എയർ സല്യൂട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് അവനവൻ്റെ രാജ്യത്തെ എത്തുന്ന അതിഥികളിൽ ഏറ്റവും പരമോന്നതമായ ആ ഒരു ബഹുമാനം കിട്ടുന്ന അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കേണ്ട ആ ഒരു വ്യക്തിക്ക്, ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു 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 പുരസ്കാരം പോലെ, ഒരു ബഹുമതി പോലെയാണ് ഈ ഒരു എയർ സല്യൂട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ പേജിൽ കാണാം. എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. അതെ, ഒരു എയർ സല്യൂട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്തോനേഷ്യ എന്ന രാജ്യം, ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത സാംസ്കാരിക ബന്ധമുള്ള, ആത്മബന്ധമുള്ള, വൈകാരിക ബന്ധമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. ഈ 35ാമത്തെ ഒരു പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത് അത് വെറുതെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ രാജ്യവ്യാപകമായ, ലോകവ്യാപകമായ അദ്ദേഹത്തിൻ്റെ വികസനം, പുരോഗതി, മറ്റ് രാജ്യങ്ങളോടുള്ള നയതന്ത്ര ആത്മീയ ബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ ഒക്കെ തന്നെ കണക്കാക്കിയാണ് ഇന്തോനേഷ്യ ഈ ഒരു പുരസ്കാരം നൽകിയത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നമ്മൾ കണ്ടു, ഹോർമുസ് കടലൊടുക്ക് ഇന്ത്യക്കായി മാത്രം തുറന്നിട്ടത് നമ്മൾ കണ്ടു. അതെന്തുകൊണ്ടാണ്? ഇറാനുമായിട്ടും ഒക്കെയുള്ള ആത്മബന്ധം കൊണ്ടാണ്. ആ ഒരു വൈകാരിക ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിക്കുന്ന ആ ഒരു മനസ്സ്, ആ ഒരു 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 ത്വര തീർച്ചയായിട്ടും ലോക നേതാക്കൾക്ക് തന്നെ മാതൃകയാണ്. എന്തായാലും നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു 35ാമത്തെ ലോകൈക രാജ്യങ്ങളുടെ ഈ ഒരു പ്രത്യേക പുരസ്കാരം നേടിയതിന്. അതുപോലെ തന്നെ ഇനിയും പല ലോകരാജ്യങ്ങളും ഇദ്ദേഹത്തെ ആദരിക്കുന്നതിനായി, പരമോന്നത പുരസ്കാരം നൽകുന്നതിനായി ക്ഷണിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ആ ഒരു എയർ സല്യൂട്ട് അതൊരു പ്രത്യേകമായ ഒരു നമുക്കൊരു വൈകാരികമായ ഒരു ദൃശ്യമായി തോന്നി. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇന്തോനേഷ്യയ്ക്കും നന്ദി. ഇനിയും പല രാജ്യങ്ങളുടെയും ആ ഒരു സ്നേഹവും ഊഷ്മളമായ സ്വീകരണങ്ങളും ഊഷ്മളമായ ആ ഒരു ബന്ധവും നയതന്ത്ര രാജ്യാന്തര ബന്ധങ്ങളും ഒക്കെ തന്നെ കാത്തു സൂക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കും. അദ്ദേഹം യാത്രകൾ തുടരുക തന്നെ ചെയ്യും. അത് വെറുതെയുള്ള യാത്രയല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ തന്നെ വികസനത്തിന്, പുരോഗതിക്ക് ഒക്കെ തന്നെ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ യാത്രയിൽ ഉടനീളം നരേന്ദ്രമോദി ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നടപ്പിലാക്കുന്നത്.